പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ മശിഹായുടെ ഏറ്റവും പരിപാവനമായ പാദപീഠത്തിൽ വളരെ വിനയത്തോടെ ചേർന്നിരുന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് ആലോചന കേൾപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഈ ദിനങ്ങളിൽ 127 സങ്കീർത്തനത്തിൽ നിന്ന് ശലോമോൻ നമ്മോട് പങ്കിട്ടതായ ധ്യാനങ്ങളാണ് നാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. 2 ചിന്തകൾ ഇതിനുള്ളിൽ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കട്ടെ. ഒന്ന്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വെറുതെയാണ് അധ്വാനിക്കുന്നത്, ഭവനം കർത്താവ് പണിയണം. 2, കർത്താവ് പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വെറുതെയാണ് ജാഗരിക്കുന്നത്. കാവൽക്കാരൻ കർത്താവാണ്, അവൻ തരുന്നതാണ് യഥാർത്ഥ സുരക്ഷിതത്വം. ലോകത്ത് മറ്റൊരിടത്തും സുരക്ഷിതത്വമില്ല, ഒരു നിലകളിലും സുരക്ഷിതത്വമില്ല. എത്ര പണം മുടക്കിയിട്ടും കാര്യമില്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ സങ്കീർത്തനം നമുക്ക് തരുന്ന അടുത്ത ചിന്ത ഇതാണ്: നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആധുനിക മനുഷ്യൻ്റെ ബദ്ധപ്പാടുകളാണ് മനസ്സിലേക്ക് ഓടിക്കയറി വരുന്നത്. ഇന്നെല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്, ഭയങ്കര സ്പീഡിലാണ്. ആളുകൾക്ക് ആർക്കും ഒന്ന് ഇരിക്കാനോ ഒന്ന് കിടക്കാനോ ഒന്ന് വിശ്രമിക്കാനോ ഒന്ന് സംസാരിക്കാനോ സമയമില്ല. ഭയങ്കര സ്പീഡാണ് ആളുകൾക്ക്. എന്തൊക്കെയോ എത്തിപ്പിടിക്കാനുള്ള തത്രപ്പാടിൽ ആളുകൾ ബ്രേക്ക് പൊട്ടി ഓടുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം പോലും പലയിടങ്ങളിലും ഇല്ല. ഭാര്യാഭർത്താക്കന്മാർ പോലും പരസ്പരം കാണുന്നില്ല. അവരുടെ മക്കളെ അവർ കാണുന്നത് വല്ലപ്പോഴുമാണ്. കാരണം അവർക്ക് നേരമില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ നേടാനുള്ള വ്യഗ്രത കൊണ്ട് അവരിങ്ങനെ എല്ലാ നിയന്ത്രണവും വിട്ടുകൊടുകയാണ്. ഇന്ന് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന നാട്ടിലല്ല, വിദേശത്തുള്ള പല വീടുകളിലും അവർ തമ്മിൽ കാണാറേയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭർത്താവ് വരും മുമ്പ് ഭാര്യ പോയിരിക്കും, മടങ്ങി വരും മുമ്പ് ഭർത്താവ് പോയിരിക്കും. മക്കൾ അനാഥരെ പോലെ വളരുന്നുണ്ട്. ഒന്നുകിൽ അപ്പൻ കാവലിരിക്കും, അല്ലെങ്കിൽ അമ്മ കാവലിരിക്കും. അവർക്ക് ജോലി സമയം കഴിഞ്ഞിട്ടുള്ള ഉറക്കമാണപ്പോൾ, അല്ലെങ്കിൽ അവർ കമ്പ്യൂട്ടറിലാണ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അവരോട് കിന്നാരം പറയുന്നില്ല, അവരുടെ മനസ്സ് വായിക്കുന്നില്ല, അവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നില്ല. അവർക്ക് കുറേ കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കും, കുറേ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കമ്പ്യൂട്ടർ അവർക്ക് കളിപ്പാട്ടമായി കൊടുക്കും, പിന്നെ സ്മാർട്ട് ഫോൺ കൊടുക്കും. ഇങ്ങനെ കുനിഞ്ഞിരുന്നതിൽ തോണ്ടി അല്ലെങ്കിൽ കൈവിരൽ ചലിപ്പിച്ച് പല കുഞ്ഞുങ്ങൾക്കും ഇന്ന് കൂന് വന്നിരിക്കുന്നു. തല നിവർത്തി പിടിക്കാൻ പറ്റുന്നില്ല, മുകളിലേക്ക് നോക്കാനും പറ്റുന്നില്ല. അവർക്ക് മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കാൻ നേരമില്ല. അപ്പനെ കണ്ടാലും അവർ ചോദിക്കും ഹൗ ആർ യു, അമ്മയെ കണ്ടാലും ചോദിക്കും ഹൗ ആർ യു, കൂട്ടുകാരനെ കണ്ടാലും ചോദിക്കും ഹൗ ആർ യു. ഇത് ആരാണെന്ന് അറിഞ്ഞിട്ടല്ല, ഒരു ചോദ്യം പഠിച്ചു വച്ചിട്ടുണ്ട്, ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തിരിച്ചറിവിലേക്ക് വരണം. ഭയങ്കരമായ പരാക്രമമാണ് ഇവിടെ നടക്കുന്നത്. പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടം, കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള നെട്ടോട്ടം, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടം, ഇനി മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വയ്ക്കാനുള്ള നെട്ടോട്ടം, മക്കളെ ഉയർന്ന നിലകളിലെത്തിക്കാനുള്ള നെട്ടോട്ടം. വിശ്രമമില്ല, ശാന്തമായി ജീവിതമില്ല, ചിരിയില്ല, കളിയില്ല, ഉല്ലാസവുമില്ല. അതിലെല്ലാം ഉപരി പ്രാർത്ഥനയില്ല, ദൈവസന്നിധിയിൽ ജാഗരണമില്ല, ഏതെങ്കിലും സമയത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല. ഒന്നിനും നേരമില്ല. നേരമില്ലാത്തതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും തിരക്കിലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തിരക്കിട്ട് മനുഷ്യൻ ഓടുന്നു, പക്ഷേ സമാധാനം ഇല്ല. ഇങ്ങനെ അധ്വാനിച്ച മനുഷ്യൻ സമ്പാദിക്കുന്നു, പക്ഷേ സ്വസ്ഥതയില്ല. ഇങ്ങനെയെല്ലാം മറന്ന് അധ്വാനിച്ച് ഒരുപാട് സമ്പാദിച്ചും വെച്ചിട്ട് ഒടുവിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിൽ അന്ത്യകാലം ചെലവഴിപ്പാനാണ് പല ഹതഭാഗ്യന്മാർക്കും യോഗമുണ്ടായത്. ചിലരെങ്കിലും ആ നിലകളിലേക്ക് എത്തിയപ്പോൾ അതിലേക്ക് പോകാതെ ആരും അറിയാതെ ആത്മഹത്യയാണെന്ന് ആരും അറിയാത്ത വിധത്തിൽ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ആളുകൾ ഈ നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആശങ്കപ്പെട്ട് ആലോചിച്ചു കൊണ്ടിരിപ്പുണ്ട്. ഓർക്കുക, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും
താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുക. ആവശ്യത്തിന് ഉറങ്ങ്, ആവശ്യത്തിന് വിശ്രമിക്ക്, ആവശ്യത്തിന് ആളുകളെ കണ്ട് സംസാരിക്ക്, ആവശ്യത്തിന് കുറേ സമയം വീട്ടിലിരിക്ക്, പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ടൊന്ന് കുശലം പറയ്, നല്ല ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്ക്, കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യങ്ങൾക്ക് വിലയുണ്ടാകട്ടെ. ഇതിനൊന്നും മനസ്സ് വയ്ക്കാതെ ഈ നെട്ടോട്ടം ഓടി എന്തു നേടുന്നു പ്രിയപ്പെട്ടവരെ? ജീവിക്കാനെയും മറന്നു പോകുന്നുണ്ട് ഇവിടെ പലരും. ജീവിതമെന്ന് വെച്ചാൽ എന്താ? കുറേ പണം സമ്പാദിക്കുന്നതാണോ? കുറേ പരാക്രമവും പരിശ്രമവും ചെയ്യുന്നതാണോ? വിശ്രമമില്ലാതെ ഓടുന്നതാണോ ജീവിതം? ജീവിതം എന്നാൽ എന്താണ്? അത് ആസ്വദിക്കണം. കുടുംബത്തോടു കൂടെ സന്തോഷമായിരിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നിലകളിലേക്ക് നമ്മുടെ ജീവിതം ഇനി എന്നാണ് മാറി വരിക? ഈ മലയാളിയുടെ സംസ്കാരം സമ്പാദ്യത്തിൻ്റെ സംസ്കാരമായി മാറിപ്പോയി. കൊയ്ത് കൂട്ടുക, കൊയ്ത് കൂട്ടുക, കൊയ്ത് കൂട്ടുക, വേറെ ഒരു ചിന്തയുമില്ല. ജീവിത നിലവാരം എത്രത്തോളം വളർന്നു! ഒരു ദിവസം ജീവിക്കണമെങ്കിൽ എത്രയായിരം രൂപ വേണം? പ്രിയപ്പെട്ടവരെ, മനുഷ്യനത് ഇന്നൊരു പ്രശ്നമല്ല. കൊയ്ത് കൂട്ടാൻ ഇഷ്ടം പോലെ മേച്ചിൽപ്പുറങ്ങളുണ്ട്. ചെല്ലുക, കൊയ്യുക, സമ്പാദിക്കുക, അതിനേത് മാർഗവും സ്വീകരിക്കുക. അത് മൊത്തത്തിലുള്ളൊരു മനുഷ്യൻ്റെ ചിന്താഗതിയാണ്. ഇങ്ങനെ സമ്പാദിക്കാനായിട്ട് കുറേ പേർ രാപകൽ അധ്വാനിക്കുന്നുണ്ട്, വിശ്രമമില്ലാതെ ഓടുന്നുണ്ട്. കുറേ പേർ അതിന് കണ്ടെത്തിയത് കുറുക്ക് വഴികളാണ്. മോഷ്ടിക്കുക. ഇരുട്ടത്ത് മോഷ്ടിക്കുന്നവരെ ഒരളവ് വരെ നമുക്ക് സഹിക്കാം. വെളിച്ചത്ത് മോഷ്ടിക്കുന്നവരാണ് ഇരുട്ടത്ത് മോഷ്ടിക്കുന്നവരെക്കാൾ കൂടുതൽ പച്ചക്കള്ളന്മാർ. അവരെ വിളിക്കാവുന്ന പച്ചയായ പേരാണ് പച്ചക്കള്ളന്മാർ. പക്ഷേ അവരെ ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരെ പിടിക്കേണ്ടത് അവർ തന്നെയാണ്. എന്നെ പിടിക്കേണ്ടത് ഞാനാണെങ്കിൽ പിന്നെ എന്നെ ഞാൻ എന്തെങ്കിലും പിടിക്കുമോ എന്നൊരു ചോദ്യം വെറുതെ നമുക്ക് ചോദിച്ചു വയ്ക്കാം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കുറേ പേര് കട്ടും മോട്ടിച്ചും സമ്പാദ്യം പിന്നെയും വർദ്ധിപ്പിക്കുകയാണ്. ഇനി കുറേ ആളുകൾ കൊലപാതകം ചെയ്തും സഹോദരനെ അരിഞ്ഞു വീഴ്ത്തിയും അവൻ്റെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചെടുത്തും കൂടപ്പിറപ്പുകളെ വഴിയാധാരമാക്കിയും കുറേ സമ്പാദിക്കുകയാണ്. ഈ സമ്പാദ്യത്തിനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഭാര്യയെ മറന്നുപോയി പലരും. സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഭർത്താവിന് മറന്നുപോയി പലരും. ഈ ഓട്ടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്വന്തം പങ്കാളി വേറൊരുത്തൻ്റെ കൂടെ താമസിക്കുന്ന കണ്ട് ഞെട്ടിപ്പോയി പലരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഓട്ടത്തിനിടയിൽ പലരും മക്കളെ മറന്നുപോയി. സ്നേഹം കിട്ടാതെ വളർന്ന മക്കൾ, കരുതൽ കിട്ടാതെ വളർന്ന മക്കൾ, വാത്സല്യം കിട്ടാതെ വളർന്ന മക്കൾ, അതൊക്കെ കിട്ടുന്നിടം തേടിപ്പോയപ്പോൾ മയക്കുമരുന്നും മദ്യവും മദിരാക്ഷിയുമൊക്കെ അവരുടെ ജീവിതത്തിലെ പങ്കാളികളായി മാറി. മനുഷ്യൻ വല്ലാതെ അധ്വാനിക്കുകയാണ്. പക്ഷേ സമ്പാദ്യം എന്താണ് എന്ന് തിരിച്ചറിയണം. വ്യർത്ഥമാണ്. അതിരാവിലെ എഴുന്നേറ്റ് അത്യധികം അധ്വാനിച്ച് വളരെ താമസിച്ച് കിടപ്പാൻ പോകുന്നത് വ്യർത്ഥമാണ്. ദൈവത്തെ അന്വേഷിക്കുക. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. നീ ദൈവത്തിൻ്റെ പ്രിയനാണോ? പ്രിയയാണോ? ദൈവാന്വേഷണം നടത്തിയിട്ടുള്ളവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. അബ്രഹാം പിതാവ് ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചിട്ട് അവനെല്ലാ കാര്യങ്ങളിലും ഉത്തരം കിട്ടി. നോഹ ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി തൻ്റെ കൂട്ടത്തിലിരുത്തി. ദൈവത്തെ അന്വേഷിച്ച ആർക്കും ഒരിക്കലും പരാജയം വന്നിട്ടില്ല. ജീവിതോപാധിയായിരുന്ന വള്ളവും വലയും കടൽ തീരത്ത് ഉപേക്ഷിച്ച് വിളിച്ചവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഒരപ്പോസ്തലനും ഒരു നഷ്ടവും വന്നില്ല. ചുങ്കസ്ഥലത്തിരുന്ന് കൊയ്തു കൂട്ടിക്കൊണ്ടിരുന്ന ലേവി വിളി കേട്ടിട്ട് പണപ്പെട്ടിയും താക്കോലും ദൂരെ കളഞ്ഞിട്ട് തമ്പുരാൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു ദോഷവും വന്നില്ല. കർത്താവിനെ പിന്നാലെ നടന്നവരാരും പരാജയപ്പെട്ടില്ല. കർത്താവിനെ അന്വേഷിച്ച് അവൻ്റെ പ്രിയം നേടുക. ഇന്ന് ആരാധിക്കാൻ സമയമില്ല. ആ നേരവും കൂടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് പണിയെടുത്താൽ കുറേ കൂടെ കാശ് സമ്പാദിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർക്കട്ടെ, ഒരു വിദേശ രാജ്യം സന്ദർശിച്ചപ്പോൾ പാഷൻ വീക്കിലെ ശുശ്രൂഷയ്ക്കാണ് പോകുന്നത്. ഒരു രൂപപ്പെട്ടു വരുന്ന ഇടവകയാണ്. ആദ്യമായിട്ടാണ് അവിടെ ഒരു പാഷൻ വീക്ക് ശുശ്രൂഷ നടക്കുന്നത്. ഹോസനായുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. അന്ന് വൈകിട്ട് പാർക്കിൽ വെച്ച് ഒരാളെ കണ്ടു. ആൾ ഈ പള്ളിയിൽ വരേണ്ട ആളാണ്.
ആരാധനയ്ക്ക് വന്നില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇന്ന് കണ്ടില്ലല്ലോ, തിരക്കായിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഈ ഒരാഴ്ച മൊത്തം ഇവിടെ ആരാധനയുണ്ട്, ശുശ്രൂഷകളുണ്ട്, എല്ലാറ്റിലും വന്ന് പങ്കെടുക്കണം. എനിക്ക് ഡ്യൂട്ടിയുണ്ട്. ഈ ഡ്യൂട്ടി ചെയ്താൽ ഒരുപാട് കാശ് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കളയാൻ പറ്റില്ല, അതിനുവേണ്ടി ലീവ് എടുക്കാൻ പറ്റില്ല. കാശ് കളഞ്ഞിട്ടുള്ള ഒരാരാധനയും വേണ്ട. ഒടുവിൽ അച്ഛൻ പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച എന്തായാലും വരണം, അന്ന് വരാതിരിക്കരുത്. എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനിങ്ങ് പോന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോടൊരു മറുപടി പറഞ്ഞെന്ന്. ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ എനിക്കെന്താ തലയ്ക്ക് ഓളമുണ്ടോ? ദുഃഖവെള്ളിയാഴ്ച ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് ഡബിൾ സാലറി കിട്ടും, അതിലാണ് എൻ്റെ കണ്ണ്. ഈ ഡബിൾ സാലറി വാങ്ങാൻ ഈ രാജ്യത്ത് കൊണ്ടുചെന്നതാരാ? പഠിക്കാൻ കഴിവ് കൊടുത്തതാരാ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ? ഇൻ്റർവ്യൂ പാസ്സാക്കി കൊടുത്തതാരാ? ഇന്ന് സംസാരിക്കാൻ നാവും കാണാൻ കണ്ണും നടക്കാൻ കാലും പ്രവർത്തിക്കാൻ കയ്യും കൊടുത്തതാരാ? ഇതെല്ലാം ദാനം കൊടുത്ത തമ്പുരാൻ. ആ തമ്പുരാനെ ആരാധിപ്പാൻ ആണ്ടിലൊരിക്കൽ ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ എനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ എന്ന് ചോദിക്കുന്ന വ്യക്തി എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവേകത്തോടൊന്ന് ചിന്തിച്ച് നോക്കണം. ദൈവത്തെ മറന്നു പോകുന്നു ഇന്ന് ഒരുപാട് ആളുകൾ. ദൈവം കൊടുത്ത എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ലോക ഇമ്പങ്ങളെ വെട്ടിപ്പിടിക്കുകയാണ്. അതിനിടയിൽ ദൈവത്തെ മാറ്റി നിർത്തുന്നു. എന്ത് വലിയൊരു അന്യായമാണിത്! തിരുത്തപ്പെടേണ്ടതല്ലയോ? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു വെച്ചു. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക, അതുമതി, ശേഷം വേണ്ടതൊക്കെ പിന്നാലെ തന്നെ വന്നുകൊള്ളും. തമ്പുരാൻ തരും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും മുട്ടില്ല. വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രിയമുള്ളവരായി തീരണം. പക്ഷേ ഇന്നിൻ്റെ തലമുറ ദൈവത്തെ എങ്ങനെ മാറ്റി നിർത്താം, എങ്ങനെ ദൈവമേ എന്ന് വിളിക്കാതിരിക്കാം, ഇതാണ് ധ്യാനിക്കുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ മാറ്റി നിർത്തി സ്വന്തം ബുദ്ധിയുടെ പ്രമാണത്തിൽ പ്രയാണം തുടരുമ്പോൾ അറിയണം, ജീവിതം പരാജയപ്പെടും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവർക്ക് കരകയറിപ്പോകാൻ കഴിയില്ല. അവരുടെ ജീവിതം എന്നും കണ്ണുനീരിൽ മുങ്ങിയതായി തീർന്നേക്കാം. തീരുമെന്ന് വിധിക്കാൻ ഞാൻ ആളല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഈ അത്യധ്വാനമൊക്കെ, ഈ അമിതമായ അധ്വാനമൊക്കെ, ഈ എല്ലാം എൻ്റെ ആകണമെന്ന ചിന്തയോടെയുള്ള ദൈവത്തെ മറന്നുള്ള ഓട്ടമൊക്കെ നമുക്ക് നിർത്താം. ദൈവത്തിന് കുറേ സമയം മാറ്റിവെക്കാം. ആരാധനയ്ക്ക് കുറേ സമയം മാറ്റിവെക്കാം. ദൈവമുഖത്തേക്ക് എല്ലാ ദിവസവും കുറേ സമയം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. അവിടുത്തെ ആലോചനകൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. അവിടുത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലും നമുക്ക് വിജയമുണ്ടാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരനുഗ്രഹത്തിനും കുറവ് വരില്ല. ആവർത്തന പുസ്തകത്തിലെ 28-ാം അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങളിൽ വ്യക്തമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന, ദൈവകൽപ്പന പാലിക്കുന്ന ഭാഗ്യവാനായ ഒരു മനുഷ്യന് ദൈവം കൊടുപ്പാനിരിക്കുന്ന നന്മകളുടെ പരമ്പരയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എടുത്ത് വായിച്ചു നോക്ക്. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും മുട്ടില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചാണ്. കർത്താവിനെ അന്വേഷിക്കാതെ ആ സമയം കൂടെ ഞാൻ എന്നെ അന്വേഷിക്കുക, എനിക്ക് വേണ്ടി അന്വേഷിക്കുക, പരാജയപ്പെടും. പ്രിയപ്പെട്ടവരെ, ശലോമോൻ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ചിന്തകൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ അന്വേഷിക്കുക. നമ്മൾ സ്വയം എല്ലാം മറന്ന്, ആരോഗ്യം മറന്ന്, ജീവിതം മറന്ന്, പ്രാർത്ഥന മറന്ന്, പള്ളി മറന്ന്, കുടുംബം മറന്ന്, പങ്കാളിയെ മറന്ന്, മക്കളെ മറന്ന്, അധ്വാനം മാത്രം, സമ്പാദ്യം മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാതെ ജീവിക്കുക. ജീവിക്കാതിരിക്കുന്നുവെങ്കിൽ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു തിരുത്തപ്പെടൽ ആവശ്യമുണ്ടല്ലോ നമുക്കിവിടെ. ഇവിടെ ഒരു ചിന്ത കൂടെ ഈ സങ്കീർത്തനത്തിൽ ശലോമോൻ നമുക്ക് തരുന്നുണ്ട്. ഞാൻ അതുകൂടെ നിങ്ങളോട് ചേർത്ത് പങ്കുവയ്ക്കട്ടെ. 4-ാമത് ശലോമോൻ പറയുന്നു, മക്കൾ കർത്താവ് തരുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. യൗവനത്തിലെ മക്കൾ ആവനാഴിക നിറച്ചിരിക്കുന്ന ഒരു അമ്പ് പിഴയ്ക്കാത്ത ഒരു പടയാളിക്ക് തുല്യമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായൊരു ചിന്തയാണത്. കർത്താവിനെ അന്വേഷിക്കുന്ന ഭക്തൻ, അവന് ദൈവം തരുന്ന മക്കൾ, അത് അവകാശമാണ്, അത് പ്രതിഫലമാണ്, ദൈവം തരുന്നതാണ്. ഇതാണ് ഇവിടെ വളരെ ആഴമായി നാം തിരിച്ചറിയുക. മക്കൾ ദൈവം തരുന്നതാണ്, ആകണം. ദൈവം തരുന്ന മക്കളാകണമെങ്കിൽ ദൈവം പണിത ഭവനമായിരിക്കണം. ദൈവം പണിത ഭവനത്തിലെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്.
ദൈവം പണിയാത്ത ഭവനത്തിലെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാകില്ല. ഇന്ന് പലരും മക്കളെ ചൊല്ലി ഒരുപാട് വേദനിക്കുകയാണ്. എൻ്റെ മക്കളെന്താ ഇങ്ങനായിപ്പോയത്, എൻ്റെ മക്കളെന്താ ഈ കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. എന്താ അത്? വേറെ ആരോടുമല്ല ചോദിക്കേണ്ടത്, അവനവനോട് തന്നെയാണ്. എന്താ? നമുക്ക് തന്നെ അറിയാമല്ലോ. പഴഞ്ചൊല്ലൊന്നുണ്ട്, പതിരില്ലാത്തൊരു പഴഞ്ചൊല്ല്, വിത്ത് ഗുണം 10 ഗുണം. വിത്ത് നല്ലതാണെങ്കിൽ വിളയും നല്ലതായിരിക്കും. അപ്പൻ നല്ലതാണെങ്കിൽ ആൺമക്കൾ നല്ലതായിരിക്കും. അപ്പൻ ഭക്തനാണെങ്കിൽ ആൺമക്കളും ഭക്തരായിരിക്കും. അപ്പൻ ഭക്തി അഭിനയിക്കുന്ന കള്ളനാണെങ്കിൽ മക്കൾ ഭക്തരാകില്ല. അപ്പൻ വിനയാന്വിതനാണെങ്കിൽ മക്കളും അങ്ങനെയായിരിക്കും. അപ്പൻ വിനയം അഭിനയിക്കുന്ന ഒരു അഹങ്കാരിയാണെങ്കിൽ മക്കൾ അങ്ങനെ ആകില്ല. ഇന്ന് അഭിനയപാടവം കൊണ്ട് ആരെയും തോൽപ്പിക്കുന്ന ആത്മീയരെ കൊണ്ട് നമ്മുടെ നാട് വല്ലാതെ നിറഞ്ഞിരിക്കുക. ഒരുപക്ഷെ ഞാനും അതിൽ പെടുമായിരിക്കും. അവനവൻ്റെ കാര്യം അവനവൻ ആലോചിച്ച് നോക്കണം. എൻ്റെ കയ്യിലിരിപ്പ് എൻ്റെ മക്കളുടെ കയ്യിൽ കിട്ടും. ജീനുകളിലൂടെ, പിന്നെ എന്താ പറയുക, ജീവിതാന്തരീക്ഷങ്ങളിലൂടെ ഒക്കെ ഇത് പകർന്നങ്ങ് ചെല്ലും, തർക്കമില്ല. മക്കൾ കർത്താവിൻ്റെ ദാനമാകണമെങ്കിൽ ഭവനം കർത്താവ് പണിയണം. ഇന്ന് മക്കളെ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല ഒരുപാട് പേര്. അതുകൊണ്ട് തന്നെ യാദൃശ്ചികമായി എങ്ങനെയോ ജനിക്കുന്ന മക്കൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ പെരുമാറും. കർത്താവ് പണിയുന്ന ഭവനത്തിലെ മക്കളല്ല എന്ന തിരിച്ചറിവ്. മക്കളെ ചൊല്ലി കണ്ണീരടങ്ങാത്ത വലിയ ഒരു സമൂഹമാണെന്നുള്ളത്. നിലവിളിയും കൂട്ടവുമാണ്. എന്തോരം പേരാ മക്കളെ ചൊല്ലി കരയുന്നത്. അത് കൗമാരകാലത്ത് മക്കളുണ്ടാക്കുന്ന കുഴപ്പങ്ങളെ ചൊല്ലി കരയുന്നത്. ഉറക്കമേ നഷ്ടപ്പെട്ടു പോയ എത്രയോ പേരുണ്ട്. സ്വന്തം മക്കളെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് തലയിൽ തീ വീണതുപോലെ നൊമ്പരപ്പെടുന്ന എത്രയെത്ര ആളുകളുണ്ട്. എവിടെയാണ് പ്രിയപ്പെട്ടവരെ കുഴപ്പം? കർത്താവ് തന്നതാണോ? കർത്താവിൻ്റെ ദാനമാണോ ഉദരഫലം? ആണെങ്കിൽ സങ്കടപ്പെടാൻ കാര്യമില്ലല്ലോ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് കർത്താവിൽ നിന്ന് കിട്ടിയ മക്കൾ. ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. നൊമ്പരപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. വളർത്തുദോഷമെന്നാണ് പലപ്പോഴും അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അമ്മയുടെ സ്വഭാവമാണ് പെൺമക്കൾക്കുണ്ടാവുക. അമ്മ ഒരഹങ്കാരിണിയും ആരെയും വെല്ലുവിളിക്കുന്നവളും എന്തിനും എതിര് പറയുന്നവളുമാണെങ്കിൽ അത് കണ്ടല്ലേ ഒരു പെൺകുഞ്ഞ് രൂപപ്പെട്ടു വരുന്നത്. അവൾ അത് തന്നെ ചെയ്യും. അമ്മയാണൊരു പെൺകുഞ്ഞിൻ്റെ ആദ്യത്തെ റോൾ മോഡൽ. അപ്പനാണൊരു ആൺകുഞ്ഞിൻ്റെ ആദ്യത്തെ റോൾ മോഡൽ. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മക്കളും തന്നെ പ്രാർത്ഥിക്കും. മാതാപിതാക്കൾ തമ്മിൽ പോരടിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതിൽ നിന്നുള്ള സന്ദേശങ്ങൾ കിട്ടും. ഞാനും സമയമാകുമ്പോൾ പോരടിക്കണം. മാതാപിതാക്കൾ വഷളത്വമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മക്കൾ അത് തന്നെ ചെയ്യാൻ ശീലിക്കും. മാതാപിതാക്കൾ നാട്ടുകാരെ കൊള്ളയടിക്കുന്നുണ്ടെങ്കിൽ മക്കൾ അത് തന്നെ ജീവിതോപാധിയായിട്ട് കണ്ടെത്തും. സ്വാഭാവികമാണ്. മോട്ടിവേറ്റ് ചെയ്യുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ കുടുംബാന്തരീക്ഷമാണ് തലമുറകളുടെ നന്മയും തിന്മയും ഒക്കെ തീരുമാനിക്കുന്നത്. കള്ളൻ്റെ മക്കൾക്ക് കള്ളനാകാനേ പറ്റൂ. അല്ല മറിച്ചായെങ്കിൽ അത് മഹാത്ഭുതമെന്ന് വിളിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്വന്തം മക്കളെ സ്വന്തം ട്രാക്കിലൂടെയാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഞാനങ്ങനെ പലപ്പോഴും സർവേ നടത്തിയിട്ടുണ്ട്. അധ്യാപകരുടെ മക്കളെല്ലാം അധ്യാപക വൃത്തിയിലാണ്. ഡോക്ടർമാരുടെ മക്കളെല്ലാം ഡോക്ടർമാരാവുകയാണ്. എഞ്ചിനീയർമാരുടെ മക്കളെല്ലാം എഞ്ചിനീയർമാരാവുകയാണ്. ബിസിനസ്സുകാരുടെ മക്കളെല്ലാം ബിസിനസ്സുകാരാവുകയാണ്. ഓർത്തു നോക്കണം. അവരെല്ലാം ബാല്യം മുതൽ ഈ മക്കളെ ആ ട്രാക്കിലൂടെയാണ് നടത്തുന്നത്. ഇനി ചേർത്ത് വെച്ചാൽ അഹങ്കാരിയുടെ മക്കളെല്ലാം അഹങ്കാരികളാവുകയാണ്. വഴക്കാളിയുടെ മക്കൾ എന്നും വഴക്കാളികളാവുകയാണ്. മദ്യപാനികളുടെ മക്കൾ എന്നും മദ്യപാനികളാവുകയാണ്. വ്യഭിചാരികളുടെ മക്കൾ എന്നും വ്യഭിചാരികളാവുകയാണ്. വിത്ത് ഗുണം 10 ഗുണം നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മക്കൾ കർത്താവിൽ നിന്നാണ് എങ്കിൽ അത് അനുഗ്രഹമാണ്. മറിച്ചാണെങ്കിൽ അത് വലിയ കണ്ണുനീരിന് കാര്യമാകും. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അഭ്യാസം എന്താണോ അതാണ് അവൻ്റെ ജീവിതം. വീടാണ് വിദ്യാലയം. ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മൂല്യവത്തായ സർവകലാശാല ഒരു കുടുംബമാണ്, ഒരു ഭവനമാണ് എന്നത് സത്യമാണ്. അത് അച്ഛൻ ഇതിനു മുമ്പ് പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. ഏത് കുഞ്ഞിൻ്റെയും വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത് കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ്. കുടുംബാന്തരീക്ഷം കൈപ്പേറിയതാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതവും കൈപ്പേറിയതാണ്.
കുടുംബാന്തരീക്ഷം മാധുര്യമുള്ളതെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം മാധുര്യമുള്ളതാണ്. കുടുംബാന്തരീക്ഷം പരസ്പരം സ്നേഹമുള്ളതെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം സ്നേഹത്തിൽ പണിയപ്പെട്ടതാണ്. കുടുംബാന്തരീക്ഷം പരസ്പരം പോരാട്ടത്തിൻ്റെ രക്തക്കളമാണെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധഭൂമിയാണെങ്കിൽ, ആ കുഞ്ഞിൻ്റെ ജീവിതം എന്നും ഒരു യുദ്ധഭൂമിയാണ്. കർത്താവ് പണിത ഭവനം. ഇന്ന് മാതാപിതാക്കൾ തമ്മിലുള്ളതായ ബന്ധത്തിലുള്ള എല്ലാ വിള്ളലുകളും അകൽച്ചകളും മക്കളെ ബാധിക്കുന്നുണ്ട്. പലരും ഇന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നാ? അവർക്കൊരു സമാധാനവുമില്ല, അതുകൊണ്ട് അവർ ഒരുപാടങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ഈ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്? അത് അവർ തന്നെയാണ്. അവർ ഇന്ന് വരെ അത് അംഗീകരിച്ചിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. ഒരുപക്ഷെ ചിലരെങ്കിലും അങ്ങനെയല്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ രുചിച്ചറിയുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി മക്കളെ വളർത്തുക, ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യുക. അപ്പോൾ ജീവിതത്തിന് ഒരു ധന്യത കൈവരും. മക്കളെക്കുറിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ടി വരില്ല. സത്യത്തിൽ ഒരു ശരിയായ ദൈവഭക്തൻ്റെ അല്ലെങ്കിൽ ദൈവം പണിത വീട്ടിലെ മക്കൾ പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കുഞ്ഞു കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചാലും വളരെ വേഗം അവർ തിരുത്തപ്പെട്ട് കർത്തൃവഴിയിൽ വന്ന് വിശുദ്ധിയുടെ പാത സ്വീകരിക്കും. ഈ ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെ പ്രായവ്യത്യാസം വരുമ്പോൾ ബയോളജിക്കലായി ശരീരത്തിലുണ്ടാകുന്ന മാറ്റം അവരുടെ മാനസികാവസ്ഥയെയും ബാധിച്ചിട്ട് കുഞ്ഞു കുഴപ്പങ്ങളൊക്കെ ഏത് കുഞ്ഞും ഉണ്ടാക്കാം. അത് സ്വാഭാവികമാണ്, അത് കുഴപ്പമല്ല. അതിന് കുഴപ്പമെന്ന് എണ്ണേണ്ട കാര്യമില്ല. പക്ഷേ വലിയ കുഴപ്പങ്ങളിലേക്ക് മക്കൾ വീണു പോകുന്നെങ്കിൽ തിരിച്ചറിവുണ്ടാകണം. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് പല മാതാപിതാക്കളും മക്കളെ കുഴപ്പത്തിൽ ചാടിക്കുന്നുണ്ട്. 7ലും 8ലുമൊക്കെ പഠിക്കുമ്പോൾ മക്കൾക്ക് 20,000 25,000 രൂപയുടെ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചാണ് സമ്മാനം കൊടുക്കുന്നത്. എല്ലാ പിള്ളേരുടെയും കയ്യിലുണ്ട്. ഞാനായിട്ട് എന്നാത്തിനാ? ഇരിക്കട്ടെ കുഞ്ഞെ, നിനക്കുമൊന്ന്. പിന്നെ ആ കുഞ്ഞിനെ പിടിക്കാൻ കിട്ടുമോ? 7ലും 8ലും പഠിക്കുന്ന കുഞ്ഞിൻ്റെ പ്രായം എത്രയാ? ചിന്ത എന്താ? അവൻ എന്തായിരിക്കും, അവൾ എന്തായിരിക്കും ആ സ്മാർട്ട് ഫോണിൽ അന്വേഷിക്കുന്നത്? ഫുൾ ടൈം നെറ്റ് ഓണാക്കി വെച്ച് രാവും പകലും സ്കൂളിലും കോളേജിലും വീട്ടിലും അടച്ചിട്ട മുറിയിലും ടോയ്ലറ്റിലും ഈ കുഞ്ഞ് എന്തായിരിക്കും അന്വേഷിക്കുന്നത്? അവരെ ഇമ്പപ്പെടുത്തുന്ന, അവരെ ആസ്വദിപ്പിക്കുന്ന, അവരെ ആനന്ദിപ്പിക്കുന്ന, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന പലതുമാണ് അവർ അന്വേഷിക്കുക. പലതും വളരെ വൈകൃതം നിറഞ്ഞതായിരിക്കും. അതൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് അവർ അറിയാതെ മനസ്സിലങ്ങ് ഉറപ്പിക്കും. ഈ യാഥാർത്ഥ്യം തേടിയാണ് നാളെ അവർ ജീവിതത്തിലേക്ക് ഇറങ്ങുക. അതന്വേഷിച്ച് അവരിറങ്ങുമ്പോൾ ഇതിൽ കണ്ടതൊക്കെ അവർ തേടും. അവിടെ ഭയാനകമായ പ്രതിസന്ധികളും വലിയ തടസ്സങ്ങളും ജീവിതത്തിലെ പരാജയങ്ങളും സംഭവിക്കും. കുഴപ്പങ്ങൾ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കുറ്റപ്പെടുത്തുകയല്ല, പരിശോധിക്കണം. മക്കൾ കർത്താവ് തരുന്നതെങ്കിൽ, അത് ഉദരഫലം കർത്താവിൻ്റെ സമ്മാനമെങ്കിൽ അത് കർത്താവിനുള്ളതാണെന്നോർത്ത് കർത്താവിന് വേണ്ടി വളർത്താൻ കഴിയണം. അതെ, ഒരു കുടുംബജീവിതത്തിൽ അപ്പൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മക്കളെ നേരെ നടത്താൻ പറ്റില്ല. അമ്മ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മക്കളെ നേരെ നടത്താൻ പറ്റില്ല. അപ്പൻ തെക്കോട്ടും അമ്മ വടക്കോട്ടും നടന്ന് മക്കളെ കിഴക്കോട്ട് നടത്താൻ നോക്കിയാൽ പറ്റില്ലെന്ന്. അപ്പനും അമ്മയും കിഴക്കോട്ട് നടക്കണം, കൂടെ മക്കളും നടക്കും. ഇന്ന് ഒരുപാട് വീടുകളിലെ പ്രശ്നം ഇതാണ്. അപ്പൻ തെക്കോട്ട് അമ്മ വടക്കോട്ട്, മക്കളെ കിഴക്കോട്ട് നടത്താൻ നോക്കിയാൽ നടക്കില്ല. മക്കൾ അവർക്ക് തോന്നിയ വഴി നടക്കും. ആശയങ്ങളിൽ തമ്മിൽ പൊരുത്തമില്ല. തമ്മിൽ മിണ്ടിപ്പോയാൽ അടിച്ചവേ വിരിയുകയുള്ളൂ. പല കുടുംബങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധം അങ്ങനെയാണ്. ചിലപ്പോൾ മിണ്ടുകയേയില്ല, ദിവസങ്ങളോളം മൗനികളായിട്ടിരിക്കും. മുനികൾക്ക് പറ്റില്ല ഇങ്ങനെ മൗനം ആചരിക്കാൻ. സമരം അങ്ങ് തുടങ്ങിയാൽ പിന്നെ ചത്താലും മിണ്ടത്തില്ലെന്ന പലരുടെയും ആ തീരുമാനം. അത് ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ശാലോമിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ട് പുണ്യം വാങ്ങാനിരിക്കുന്നുണ്ട് ഒത്തിരി പേർ. നിരപ്പാകെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ പങ്കാളിയോടങ്ങ് ക്ഷമിക്കുക. നിൻ്റെ ഉള്ളിലെ മുറിവങ്ങ് ഉണങ്ങട്ടെ. തുറന്ന മനസ്സോടെ കുടുംബജീവിതത്തിൽ പരസ്പരം പങ്കിടാൻ തയ്യാറുള്ളവരുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റില്ല. ബഹളം വയ്ക്കുന്നത് മാത്രമല്ല വഴക്ക്. ബഹളം വയ്ക്കുന്നത് വലിയ വഴക്കാണ്. അതിനേക്കാളും മാരകമായ വഴക്കാണ് മൗനം. വാശി പിടിച്ച് മിണ്ടാതിരിക്കുക. ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം പേരിന് മാത്രം മിണ്ടും. ഇതൊക്കെ മാറ്റണം. മക്കൾ കർത്താവിൻ്റെ ദാനമാണ്, ആകണം. അതെ, കുടുംബം കർത്താവ് പണിയണം, മക്കൾ ദൈവത്തിൻ്റെ ദാനമാകണം. മക്കളെ കർത്താവിന് വേണ്ടി വളർത്തണം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. 127 സങ്കീർത്തനം വളരെ മനോഹരമായ ധ്യാനചിന്തകളാണ് നമുക്ക് പകർന്നു തന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഇന്നവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ 2 ചിന്തകളാണ് ഞങ്ങൾക്ക് തന്നത്. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. ദൈവത്തിന് പ്രിയനായാൽ അത് ഉറക്കത്തിൽ കിട്ടും.
ദൈവമേ, പലപ്പോഴും ഞങ്ങൾ ഓർക്കുന്നത് ദൈവത്തെ അന്വേഷിച്ച് സമയം കളയണ്ട, ആ നേരവും കൂടെ അധ്വാനിക്കാം. എന്ത് കഷ്ടം! എന്നാൽ ഇന്ന് തിരിച്ചറിയുന്നു തമ്പുരാനെ, നിന്നെ അന്വേഷിക്കുന്നതാണ് പരമപ്രധാനം. ഒപ്പം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും അവൻ ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണെന്നും തിരിച്ചറിഞ്ഞ് മക്കളെ നിനക്ക് വേണ്ടി വളർത്താൻ, കുടുംബാന്തരീക്ഷം അങ്ങനെ ചിട്ടപ്പെടുത്താൻ ദൈവമേ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. മക്കളെ ചൊല്ലി കരയാനിട വരാതെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന ഉറപ്പിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ഞങ്ങളെ ഒരുക്കണം, ശക്തീകരിക്കണം, സഹായിക്കണം. കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് നന്ദി. അവിടുന്ന് മഹത്വം എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്ന തമ്പുരാനെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.